ഹേയ്, നിന്നോടൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. എനിക്ക് അടുത്ത ചാൻസ് കിട്ടി. കൺഗ്രാറ്റുലേഷൻസ്. ഐ ആം സോ ഹാപ്പി ഫോർ യു. താങ്ക് യു സോ മച്ച്. ഐ ആം റിയലി വെരി ഹാപ്പി. അല്ല, ഷൂട്ടിംഗ് ഒക്കെ എപ്പോഴാ തുടങ്ങുന്നേ? ഇനി വേണം എല്ലാം പ്ലാൻ ചെയ്യാൻ. സണ്ണി, അന്ന് 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു പെണ്ണിന്റെ കൂടെ ഒരുത്തൻ തല്ലുണ്ടാക്കിയില്ലേ? അവൻ ഇവിടെ ഉണ്ട്. ഞാൻ ലൊക്കേഷൻ നിനക്ക് അയക്കാം. വേഗം ഇവിടെ എത്തണം. മതി, നിർത്ത്. എനിക്ക് എന്നോടുള്ള വിശ്വാസം കൂടി വരിക. ഇറ്റ്സ് ടു മച്ച്. എവിടെടാ? ദോ അവിടെ മുകളിൽ ഇരിപ്പുണ്ട്. റിയലി? അതെ. അന്ന് ആ ഹോട്ടലിൽ വലിയ ഹീറോയിസം ഒക്കെ കാണിച്ചല്ലോ. ഇപ്പൊ കാണിക്കടാ നിന്റെ ഹീറോയിസം. ചുറ്റും 4 പെണ്ണുങ്ങളുണ്ടെന്ന് കരുതി ഓവർ ജാടയായിരുന്നല്ലോ. ഇപ്പൊ നീ ജാട കാണിക്കും. നോക്കട്ടെ, ഞങ്ങൾ ആഗ്രഹിച്ച പെണ്ണിന്റെ കൂടെ നീ സന്തോഷമായിട്ടിരിക്കുവാണോ? ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. ആ പെണ്ണിനെ ഇവിടെ വിട്ടിട്ട് നീ പോ. ചോക്ലേറ്റ് ബേബി നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ. നീ പൊക്കോ. കൊണ്ടുപോക്കോ ചേട്ടാ. കൊണ്ടുപോക്കോ ചേട്ടാ. കൊണ്ടുപോക്കോ. നിങ്ങൾ കൊണ്ടുപോക്കോ ചേട്ടാ. വിളിച്ചോണ്ട് പോ ചേട്ടാ. വിളിച്ചോ. ഏയ്, പറഞ്ഞത് കേട്ടില്ലേ? വിളിച്ചോണ്ട് പോക്കോ ചേട്ടാ. വിളിച്ചോണ്ട് പോടാ. വിളിച്ചോണ്ട് പോ. നീയൊക്കെ ആരോടാ കളിക്കുന്നത്? നിനക്കൊന്നും അറിഞ്ഞൂടാ. എന്റെ അടുത്ത് നിന്റെ വെളച്ചളം നടക്കില്ല. വാ. അതെ, എല്ലാം ഒരേ അളവിലായിരിക്കണം കേട്ടോ. എന്താ പതുക്കെ നടക്കുന്ന? ഒന്ന് വേഗം ആവട്ടെ. നമസ്കാരം സാർ. അമ്മു, മാനേജർ എന്താ പതിവില്ലാതെ? പച്ചക്കറിയുടെ ഗുണനിലവാരത്തിൽ വല്ല പരാതിയും ഉണ്ടോ? സാറിന്റെ പച്ചക്കറിയെ കുറിച്ച് കുറ്റം പറയാനായിട്ട് എനിക്കെന്നല്ല, ആർക്കും പറ്റില്ല. ഞങ്ങളുടെ മാനേജർ അത്യാവശ്യകാരിയായിട്ട് പുറത്തു പോയിരിക്കുക. സാറിനൊന്ന് കാണാനും ഞങ്ങളുടെ റിക്വയർമെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാന്ന് കരുതിയിട്ടാ ഞാൻ തന്നെ വന്നത്. വളരെ സന്തോഷമുണ്ട്. വരൂ, അങ്ങോട്ടിരിക്കും. വന്നാട്ടെ, ഇരിക്കൂ. താങ്ക് യു. താനിരിക്കെ. ഹെൽത്ത് കോൺഷ്യസ്. രാമു സാർ. ഇതാ സാർ. സാർ
ഇത് എന്ത് ഡ്രിങ്ക്സ് സാറേ? വല്ലാത്ത രുചിയാണല്ലോ. വാഴയില ജ്യൂസ് വിശപ്പിനും ദഹനത്തിനും രണ്ടിനും നല്ലതാ. ഇപ്പൊ ഉണ്ടാക്കിയതേ ഉള്ളൂ. അത് നന്നായി സാറേ. സാർ എന്ത് കണ്ടുപിടിച്ചാലും ഫ്രഷ് ആയിരിക്കും, വെറൈറ്റി ആയിരിക്കും. ഇത് ഞങ്ങളുടെ ഹോട്ടലിൽ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ സാറേ? അതിനെന്താ? താങ്ക് യു സോ മച്ച് സാർ. സാർ ഈ കാര്യം അക്സെപ്റ്റ് ചെയ്തത് ഇറ്റ്സ് എ ഗ്രേറ്റ് ഓണർ ടു അവർ ഹോട്ടൽ സാർ. സാർ, ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടി ഏതാ? ഞങ്ങളുടെ ഹോട്ടലിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. എന്തിന്? അലങ്കാര ശില്പങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി. ഇപ്പോഴും കുട്ടിത്തം മനസ്സിലുണ്ടെങ്കിൽ അത്തരം പാവകൾ കാന്തം പോലെ ആകർഷിക്കും. കാന്തം പോലെ ആകർഷിക്കുന്നത് ആ ശില്പങ്ങളല്ല സാർ, ശില്പങ്ങൾ വിൽക്കാൻ വരുന്ന പയ്യനാ. എന്ന് വെച്ചാ ഈ പ്രായത്തിൽ എന്തൊക്കെ സംഭവിക്കാതെ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഈ പ്രായം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ വന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം രണ്ടുപേരും തമ്മിൽ പിരിയാനാവാത്ത സ്നേഹത്തിലാ. അല്ല സാറേ, ആ കുട്ടിയാരാന്ന് പറഞ്ഞില്ല. എന്റെ മകളാ ഹാസിനി. ജമ്പ്. വണ്ടി എടുക്കാം.